ട്യൂഷൻ്റെ ബേസിക് സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്? ഡിഫറെൻറ്റ് കൺട്രീസിൽ മാനുഫാക്ചർ ചെയ്ത പാർട്സ് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ലോകം മുഴുവനും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ് മെഷർമെൻറ്റ്സിനുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് കൺട്രീസിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പാർട്സ് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നതാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI എന്ന്. അപ്പോൾ എല്ലാവരും ഈ സെയിം യൂണിറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കൺട്രിയിലുള്ള പാർട്സ് ആണെങ്കിലും ശരി നമുക്കത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. We can assemble parts perfectly by using a standard system of units for measurement that is accepted all over the world. This is called the International System of Units or SI. When everyone follows the same units like the meter for length, all parts will fit correctly no matter where they are made. Question: What is a physical quantity? Give 2 examples. Physical quantity പറഞ്ഞാൽ എന്താണ്? അതിന് 2 എക്സാമ്പിൾസ് എഴുതാം. ഏതൊരു പ്രോപ്പർട്ടീനെയും ഒരു യൂണിറ്റ് വെച്ചോ അല്ലെങ്കിൽ ഒരു നമ്പർ വെച്ചിട്ടോ എക്സ്പ്രസ് ചെയ്യാനും മെഷർ ചെയ്യാനും കഴിയുന്നതിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പെന്നിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ ലെങ്ത്ത് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഒരു ചാക്ക് അരിയിൽ വരുന്ന മാസ്, ആ ഒരു ചാക്ക് അരിക്കുണ്ടാവുന്ന മാസ്, ഇതും മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A physical quantity is any property that can be measured and expressed with a number and a unit. For example, the length of a pencil is a physical quantity. The mass of a bag of rice is another physical quantity. Question: What are fundamental quantities? Name any 3. Fundamental quantities പറഞ്ഞാൽ എന്താണ്? അതിന് 3 എക്സാമ്പിൾസ് എഴുതാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് സ്വന്തമായി എക്സിസ്റ്റ് ചെയ്യുന്നതും മറ്റ് ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതുമായ ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് പറയുന്നത്. ഇതിന് വരുന്ന 3 എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെങ്ത്തും മാസും ടൈമുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Fundamental quantities are basic quantities that exist on their own and cannot be expressed using other quantities. They are the building blocks for all other physical quantities. 3 examples of fundamental quantities are length, mass, and time. Question: Which are the quantities used to find area and volume? ഏരിയയും വോളിയം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഏരിയയും വോളിയവും കണ്ടുപിടിക്കാൻ നമുക്ക് ലെങ്ത്തിൻ്റെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ലെങ്ത്തുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇനി വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 3 ലെങ്ത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. To find area and volume, we use the fundamental quantity of length. Area is found by multiplying 2 length, that is length into width. Volume is found by multiplying 3 lengths, that is length into width into height. Question: What are derived quantities? Give 2 examples. Derived quantities പറഞ്ഞാൽ എന്താണ്? അതിന് 2 എക്സാമ്പിൾസ് എഴുതുക. ഇപ്പോൾ ഡിറൈവ് ക്വാണ്ടിറ്റീസ് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഡിവിഷൻ വഴിയോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഏരിയ. ഇപ്പോൾ ഏരിയ പറയുന്നത് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. അതുപോലെ സ്പീഡ് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഇതൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Derived quantities are physical quantities that are obtained by combining
fundamental quantities through multiplication or division. They depend on fundamental quantities. For example, area, that is length into length, and speed, that is distance by time, are derived quantities. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What is a unit? Why is it necessary to use a standard unit for measurement? യൂണിറ്റ് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്? ഇപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം മെഷർമെൻറ്റ്സ് കൺസിസ്റ്റ് ആവാനും അതുപോലെ തന്നെ ലോകം മുഴുവനും സെയിം വാല്യൂ എടുക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇത് കൺഫ്യൂഷനും അവോയ്ഡ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രേഡിങ്ങും അതുപോലെ കമ്മ്യൂണിക്കേഷനും ഇത് സാധ്യമാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എ യൂണിറ്റ് ഈസ് എ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് റെഫറൻസ് യൂസ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. It is necessary to use standard units so that measurements are consistent and have the same value everywhere in the world. This avoids confusion and allows for clear communication and trade. Question: What would be the practical problems of using old units like foot and cubit? Foot, cubit പോലെയുള്ള old units യൂസ് ചെയ്യുന്നതിൽ വരുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഓൾഡ് യൂണിറ്റ്സ് ആയ ഫൂട്ടും ക്യൂബിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. കാരണം അതിൽ കിട്ടുന്ന മെഷർമെൻറ്റ് അക്യുറേറ്റ് ആയിരിക്കില്ല. അതായത് ഒരു പേഴ്സണിൻ്റെ ഫൂട്ടും ഹാൻഡ് സൈസും വന്നിട്ട് മറ്റൊരു പേഴ്സണിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും മെഷർമെൻറ്റ് സെയിം ആയിരിക്കില്ല. ഇത് ഈ ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യൂസിങ് ഓൾഡ് യൂണിറ്റ്സ് ലൈക്ക് ഫൂട്ട് ആൻഡ് ക്യൂബിറ്റ് കോസസ് മെനി പ്രോബ്ലംസ്. They are not accurate because a person's foot or hand size can be different from another person's. This makes it difficult for people in different places to understand each other's measurements and trade goods fairly. Question: What are SI units? SI units പറഞ്ഞാൽ എന്താണ്? അപ്പോൾ SI units പറയുന്നത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു മോഡേൺ ഫോം ഓഫ് മെട്രിക് സിസ്റ്റം ആണ്. ഇതാണ് ലോകം മുഴുവനും എല്ലാവരും യൂസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ് വന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്കെല്ലാം ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എല്ലാവരും അംഗീകരിച്ച യൂണിറ്റും കൂടിയാണ്. അപ്പോൾ ഇത് ആൻസർ നമുക്ക് എങ്ങനെ നോക്കാം. SI units are the units of the International System of Units. This is a modern form of the metric system and is the most widely used system of measurement in the world. It provides a standard unit for each fundamental quantity which everyone agrees to use. Question: What is the SI unit of length? Name two smaller and one larger unit of length. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ലെങ്ത്തിൻ്റെ രണ്ട് സ്മോളർ യൂണിറ്റും അതുപോലെ തന്നെ ഒരു ലാർജർ യൂണിറ്റും എഴുതാം. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ രണ്ട് സ്മോളർ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ആണ്. അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ ഒരു ലാർജർ യൂണിറ്റ് പറയുന്നത് കിലോമീറ്റർ ആണ്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The SI unit of length is the meter, that is m. Two smaller units of length are the centimeter, that is cm, and the millimeter, that is mm. A larger unit of length is the kilometer, that is km. Question: What is mass? What is its SI unit? മാസ് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഇപ്പോൾ മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മാറ്ററിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് എത്ര ഭാരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മാസിന് യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, അതായത് kg. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Mass is the amount of matter contained in a substance or object. It tells us how heavy an object is. The SI unit of mass is the kilogram, that is kg. Question: What is the SI unit of time? Name two other common units of time. ടൈമിൻ്റെ SI യൂണിറ്റ് ഏതാണ്?
മറ്റ് ടൈമിൽ വരുന്ന മറ്റ് കോമൺ യൂണിറ്റ്സിന് 2 എണ്ണം നെയിം ചെയ്യാം. അപ്പോൾ ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ എസ് ആണ്. അപ്പോൾ മറ്റ് 2 കോമൺ യൂണിറ്റ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത് അത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് മിനിറ്റ്സും ഹവറും ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The SI unit of time is the second, that is S. 2 other common units of time that we use in daily life are the minute and hour. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷ, റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് വോളിയം? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വോളിയം? വോളിയം പറഞ്ഞാൽ എന്താണ്? വോളിയത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? വോളിയം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന 3 ഡൈമെൻഷണൽ സ്പേസിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു വോളിയം നമുക്ക് ഒരു ഒബ്ജക്റ്റ് എത്ര സ്പേസ് എടുക്കുമെന്ന് മനസ്സിലാക്കിപ്പിച്ച് തരുന്നു. അതുപോലെ തന്നെ വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ ആണ്, അതായത് m³ ആണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് 3 ഡൈമെൻഷണൽ സ്പേസ് ദാറ്റ് ആൻ ഒബ്ജക്റ്റ് ഓർ സ്പേസ് occupies. It tells us how much space something takes up. The SI unit of volume is a cubic meter, that is m³. Question: what is density? Write the equation to find density. Density പറഞ്ഞാൽ എന്താണ്? Density കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് പെർ യൂണിറ്റ് വോളിയത്തിൽ വരുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക വെച്ചാൽ ഒരു സർട്ടൻ സ്പേസിൽ എത്ര മാറ്റർ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുമെന്നതാണ്. അതുപോലെ തന്നെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അതിൻ്റെ ആൻസർ എങ്ങനെ വരാൻ നോക്കാം. ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. It tells us how much matter is packed into a certain space. The equation for density is density equal to mass divided by volume. Question: why is density displayed on the fuel dispenser in a petrol pump? പെട്രോൾ പമ്പിലുള്ള ഫ്യൂവൽ ഡിസ്പെൻസറിനകത്ത് ഡെൻസിറ്റി എന്തിനാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ പെട്രോൾ പമ്പിനകത്തുള്ള ഫ്യൂവൽ ഡിസ്പെൻസറിൽ ഡെൻസിറ്റി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഫ്യൂവലിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനാണ്. പെട്രോൾ പോലെയുള്ള സബ്സ്റ്റൻസസിൻ്റെ ഡെൻസിറ്റി വന്നിട്ട് ഒരു സർട്ടൻ ടെമ്പറേച്ചറിൽ എപ്പോഴും ഫിക്സഡ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെൻസിറ്റി ചെക്ക് ചെയ്തിട്ട് എന്ത് മനസ്സിലാക്കാൻ കഴിയുക വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ പറയുന്നത് വളരെ പ്യുവറും ആണ്, അതുപോലെ തന്നെ മറ്റ് ചീപ്പർ ലിക്വിഡ്സായിട്ട് മിക്സ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ഡെൻസിറ്റി ഈസ് ഡിസ്പ്ലേഡ് ഓൺ എ ഫ്യൂവൽ ഡിസ്പെൻസർ to ensure the quality of the fuel. The density of a substance like petrol should be fixed value at a certain temperature. Checking the density helps to make sure that the fuel is pure and not mixed with other cheaper liquids. Question: name the 7 fundamental quantities. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ടൈം, ലെങ്ത്, മാസാണ്. പിന്നെ വരുന്നത് ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതുപോലെ ലൂമിനസ്, ഇൻറ്റൻസിറ്റി എന്നിവയ്ക്കാണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ലെങ്ത്, മാസ് ആൻഡ് ടൈം. ദ അതർ 4 ആർ ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ SI യൂണിറ്റ് ആണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ലെങ്ത്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് പറയുന്നത് മീറ്റർ ആണ്, അതേസമയം മാസിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് പറയുന്നത് കിലോഗ്രാം ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ദ SI യൂണിറ്റ്സ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ദ മീറ്റർ ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. The kilogram is the fundamental unit for mass. Question: how many centimeters make 1 meter? How many meters make 1 kilometer? എത്ര സെൻറ്റിമീറ്റേഴ്സുകളാണ് ഒരു മീറ്റർ ആവുന്നത്? അതേസമയം എത്ര മീറ്ററുകളാണ് ഒരു കിലോമീറ്റർ ആവുന്നത്?
അപ്പോൾ 1 മീറ്റർ പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അതായത് 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. അതേസമയം 1000 മീറ്റേഴ്സ് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. അതായത് 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. There are 100 centimeters in 1 meter, that is 1 meter equal to 100 centimeter. There are 1000 meters in 1 kilometer, that is 1 kilometer equal to 1000 meter. Question: how many grams make 1 kilogram? How many kilograms make 1 ton? എത്ര ഗ്രാംസ് ആണ് ഒരു കിലോഗ്രാം ആവുന്നത്? അതേപോലെ തന്നെ എത്ര കിലോഗ്രാംസ് ആണ് ഒരു ടൺ ആവുന്നത്? ഇപ്പോൾ 1000 ഗ്രാംസ് ആണ് ഒരു കിലോഗ്രാം ആവുന്നത്. അതായത് 1 kg പറയുന്നത് 1000 ഗ്രാം ആണ്. 1000 കിലോഗ്രാം ആണ് ഒരു ടൺ ആവുന്നത്. അതായത് 1 ടൺ പറയുന്നത് 1000 kg ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. There are 1000 grams in 1 kilogram, that is 1 kg equal to 1000 gram. There are 1000 kilograms in 1 ton, that is 1 ton equal to 1000 kilogram. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: what is the smallest measurement possible using the scale or measuring tape? സ്കെയിൽ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന സ്മോളസ്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഏതാണ്? ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന അക്യുറേറ്റ് ആയിട്ടുള്ള സ്മോളസ്റ്റ് മെഷർമെൻറ്റിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കൂൾ റൂളർ അല്ലെങ്കിൽ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 millimeter ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The smallest measurement that can be taken accurately with an instrument is called its least count. For a common school ruler or scale, the least count is usually 1 millimeter, that is mm. This is the distance between the smallest lines on the scale. Question: what is the least count of an instrument? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്മോളസ്റ്റും അതുപോലെ തന്നെ മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് റൂളർ എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 millimeter ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The least count of a measuring instrument is the smallest and most accurate value that can be measured using that instrument. For a regular plastic ruler, the least count is often 1 millimeter. Question: how can you measure the volume of an irregular stone using a measuring jar? നമുക്ക് എങ്ങനെയാണ് ഇറഗുലർ ആയിട്ടുള്ള ഒരു സ്റ്റോണിൻ്റെ വോളിയം ഒരു മെഷറിംഗ് ജാർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു ഇറഗുലർ ആയിട്ടുള്ള സ്റ്റോണിൻ്റെ വോളിയം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മെഷറിംഗ് ജാർ എടുക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് ആ വാട്ടർ ലെവൽ നമുക്ക് നോട്ട് ചെയ്യണം. അതിന് നമ്മൾ ഇനീഷ്യൽ വാട്ടർ ലെവൽ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ഇറഗുലർ ആയിട്ടുള്ള സ്റ്റോണ് ആ ഒരു ജാറിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കാണാം വാട്ടർ ലെവൽ റൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ റൈസ് ചെയ്ത് വരുന്ന ആ ഒരു ലെവലും കൂടി നമുക്ക് നോട്ട് ചെയ്യണം. അതിന് നമ്മൾ ഫൈനൽ വാട്ടർ ലെവൽ എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈനൽ വാട്ടർ ലെവലിൽ നിന്നും ഇനീഷ്യൽ വാട്ടർ ലെവൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ വോളിയം അറിയാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ്, pour some water into the measuring jar and note the initial water level. Then carefully immerse the stone completely in the water. The water level will rise, so note the new final water level. The volume of the stone is the difference between the final and the initial water levels. Question: what is a stopwatch used for? Stopwatch എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആക്ടിവേഷൻ ടൈം മുതൽ ഡീആക്ടിവേഷൻ ടൈം വരെയുള്ള എക്സാക്റ്റ് എമൗണ്ട് ഓഫ് ടൈം മെഷർ ചെയ്യാൻ പറ്റും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് വാച്ച് വന്നിട്ട് സ്പോർട്സ് റേസസിലും അതുപോലെ സയൻസ് എക്സ്പെരിമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ടൈം ഇൻ്റർവെൽസ് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
A stopwatch is an instrument used to measure the exact amount of time that passes between its activation and deactivation. It is used to measure time intervals accurately. For example, it is used in sports, races, and science experiments. Question. State the rule for writing the symbol of a unit named after a person. Give an example. ഒരു പേഴ്സണിൻ്റെ പേരിലുള്ള യൂണിറ്റിൻ്റെ സിമ്പിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾ എന്താണ്? അതിനൊരു ഉദാഹരണം എഴുതാം. അപ്പോൾ ഒരു പേഴ്സണിൻ്റെ പേരിലുള്ള യൂണിറ്റിൻ്റെ സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു സിമ്പിൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ആൻഡ്രെ മേരി ആംബിയറിൻ്റെ പേരിലാണ് ഈ ഒരു യൂണിറ്റിൻ്റെ സിമ്പിൾ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എഴുതുമ്പോൾ എപ്പോഴും നമ്മളത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതണം. അതായത് എ, ആംബിയർ സിമ്പിൾ എ ആണ്. അപ്പോൾ എ പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The rule is that the symbol for a unit named after a person should be written using a capital letter. For example, the unit of electric current is ampere, named after Andre Marie Ampere. Its symbol is written as a capital A. Question. State the rule for using full stops or commas with unit symbols. യൂണിറ്റ് സിമ്പിൾസിൻ്റെ കൂടെ ഫുൾ സ്റ്റോപ്സ് അല്ലെങ്കിൽ കോമ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂള് എന്താണ്? ഇപ്പോൾ യൂണിറ്റ് സിമ്പിളിൻ്റെ കൂടെ കോമാസോ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്സോ യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ദ ലെങ്ത് ഈസ് 60 സെൻറ്റിമീറ്റർ. അതിൽ നമ്മൾ 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The rule is that no full stop or comma should be used after a unit symbol except at the end of a sentence. For example, you should write the length is 60 centimeter and not the length is 60 centimeter full stop. Question. What is the difference between mass and volume? മാസും വോളിയം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിലുള്ള മാറ്ററിൻ്റെ എമൗണ്ട് ആണ്. അതേസമയം വോളിയം എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിലുള്ള എമൗണ്ട് ഓഫ് സ്പേസ് ആണ്. ഒരു ഒബ്ജക്റ്റിന് ലാർജ് വോളിയം ഉണ്ടെങ്കിൽ അതിൽ സ്മോൾ മാസ് ആണ് കാണുന്നത്, അതായത് ഒരു ബലൂൺ പോലെ. ഇനി അതേസമയം ഒരു ഒബ്ജക്റ്റിൽ സ്മോൾ വോളിയം ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ മാസ് ലാർജ് ആയിരിക്കും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരു അയണിൻ്റെ പീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എൻ ഒബ്ജക്റ്റ് while volume is the amount of space it takes up. An object with a large volume can have a small mass like a balloon. An object with a small volume can have a large mass like a piece of iron. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.